ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് ബ്ലോഗുമായിട്ടാണ്. ചിക്കൻ കബാബ് റെസിപ്പി നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ കബാബ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചിക്കൻ്റെ ഉള്ള വെള്ളമെല്ലാം മാറ്റാൻ വേണ്ടി ഞാനൊരു അരിപ്പയിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുഴുവനും വെള്ളം തോർന്നതിന് ശേഷം നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കാം. ആ ഒരു നാരങ്ങയുടെ മുഴുവനും നീര് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ 2 പീസും എടുത്തിട്ടുണ്ട്, മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മുഴുവനും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സ്പൂണിട്ട് മിക്സ് ചെയ്യാതെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എൻ്റെ വീഡിയോ ആരെങ്കിലും സ്കിപ്പ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ ഇത് മുഴുവനും നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഗരം മസാല ചേർത്തില്ല. ആ സമയത്ത് വേണേൽ നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. അല്ലെങ്കിൽ ഇതിന് ശേഷം നമുക്കൊരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ്. നിങ്ങൾക്ക് ഈ ഗരം മസാലയ്ക്ക് പകരം 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണമെങ്കിലും അതും നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച ആയതുകൊണ്ട് നമുക്ക് ഏത് കറിക്ക് വേണേലും നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് എല്ലാ പീസും കൂടി എടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. അന്നേരം ഇതിൻ്റെ മസാലയെല്ലാം നല്ലതുപോലെ നമുക്ക് പിടിച്ച് കിട്ടും. സമയം ഇല്ലാത്തവരാണെങ്കിൽ ഒരു അരമണിക്കൂർ, പറ്റുവാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്കിത് നല്ലതുപോലെ മസാലയെല്ലാം പിടിച്ച് കിട്ടും. സമയം കൂടുതലുള്ളവരാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ വെക്കുക. അല്ലെങ്കിൽ വൈകിട്ട് മസാലയെല്ലാം തേച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുത്ത് വറുത്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാനിത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണേലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതിനുശേഷം ഞാൻ എടുത്തതാണ് ഫ്രിഡ്ജിൽ നിന്ന്. നമ്മൾ ഫ്രീസറിലൊന്നും വെക്കേണ്ട, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 ടീസ്പൂണല്ല 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ പുട്ടുപൊടിയാണ് ചേർത്തത്. പുട്ടുപൊടിയാകുമ്പോൾ ഒന്നുകൂടെ നമുക്ക് നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഒരു 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ വശങ്ങളും നല്ലതുപോലെ മിക്സ് ചെയ്ത്, നമ്മളിത് നേരത്തെ ഇത് ചേർക്കേണ്ട, നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. എണ്ണ ചൂടാകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. എണ്ണ ചൂടായി കഴിഞ്ഞ് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഫുൾ തീയിൽ വെക്കരുത്, നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി.
നമ്മളിത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അന്നേരം ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ ചിക്കൻ കബാബൊക്കെ കഴിക്കാനായിട്ട്. അപ്പം നമ്മളിങ്ങനെ പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും. നമ്മൾ നല്ല എണ്ണയിൽ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഫുഡ് കളറൊന്നും ചേർക്കത്തില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് അവരിതിൽ റെഡ് കളറൊക്കെ ചേർത്ത് തരും. അപ്പം കളറൊക്കെ ചേർത്ത് കഴിക്കുന്നത് ഹെൽത്തിന് നല്ലതല്ല. നമ്മളിത് വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാകും. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പിന്നെയും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. നമുക്ക് പിന്നെ പുറത്തു നിന്ന് പോയി ഇത് കഴിക്കാൻ വേണ്ടി തോന്നത്തില്ല. ഞാൻ എടുത്തിരിക്കുന്നത് ഫുൾ ചിക്കൻ, 1 കിലോ ചിക്കൻ മേടിച്ചത് ഫുള്ള് ഞാൻ എടുത്തു. നല്ലേ കണ്ടില്ലേ, നല്ലതുപോലെ ഫ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ബോണുള്ള എല്ലാ പീസും ഉണ്ട് ഇതിൻ്റെ അകത്ത്. നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്ക് ഇച്ചിരി മൊരിഞ്ഞത് അത്രയും വേണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കണക്കിനനുസരിച്ച് എടുത്താൽ മതി. നല്ല ടേസ്റ്റിയാണ്. ഇത് നമ്മൾ 2 വശവും മറിച്ചിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലും ഫ്രൈ ആയിട്ട് എടുക്കണമെന്നാണ് ചിലർക്ക് ഇഷ്ടമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനിയും ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ആയിട്ട് എടുക്കാം. ഓരോ വശവും മറിച്ചും തിരിച്ചുവിട്ട് നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇതിൽ നമ്മൾ അരിപ്പൊടിയും കോൺഫ്ലോറും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ സ്കിന്നൊക്കെ നല്ല മുരിഞ്ഞ് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിത് ഒരു പ്രാവശ്യം വീട്ടിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇത് പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കാൻ വേണ്ടി കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പുറത്തുനിന്ന് വാങ്ങിച്ചിത് കഴിക്കാൻ തോന്നില്ല. നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇത് ഒരു പാടുമില്ല, നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മുടെ ചിക്കൻ കബാബ് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിനകത്ത് ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ കളറ്. നമ്മൾ ഫുഡ് കളർ ചേർക്കുകയാണെങ്കിൽ നല്ല റെഡ് കളറായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ പുറത്തുനിന്നല്ലല്ലോ വാങ്ങിക്കുന്നത്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് സബോളയും കൂടെ കട്ട് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് സബോളയും കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. എനിക്ക് കബാബ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി സബോളയും കൂടെ കൂട്ടി കഴിക്കുമ്പോഴത്തേക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനിയും ഇതുപോലത്തെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാവേ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.